ബിജെപിയിലേക്ക് വോട്ട് ചോരുന്നുവെന്ന് സിപിഎം സംഘടനാ റിപ്പോർട്ട്. സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ നിന്നടക്കം ബിജെപിയിലേക്ക് വോട്ട് ചോരുന്നതായി സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. വോട്ട് ചോർച്ച ഗൗരവത്തോടെ കാണണമെന്നും പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, സിപിഎം സംസ്ഥാന സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് ഇത്തരത്തിൽ സംഘടന റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശം വന്നിരിക്കുന്നത്. സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ നിന്നടക്കം ബിജെപിയിലേക്ക് വോട്ടു ചോരുന്നു എന്നുള്ളത്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ചർച്ചയാകും ഈ വിഷയത്തിന്മേൽ ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? രോഹിണി, സംസ്ഥാന സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ഈ പ്രതിനിധി സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് അവതരിപ്പിക്കുവാനുള്ള സംഘടനാ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു പരാമർശമുള്ളത്. അതായത് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനാണ് ഈ സംഘടനാ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഇതിൽ കൃത്യമായും ബിജെപിയിലേക്ക് സിപിഎമ്മിൽ നിന്ന് വോട്ടുകൾ ചോരുന്നു, അല്ലെങ്കിൽ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ടുകൾ ചോരുന്നു എന്നുള്ള കാര്യം അത് ഗൗരവത്തോടെ കാണണമെന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. തൃശ്ശൂരിലെ വിജയം ഉൾപ്പെടെ ഈ സംഘടനാ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു സിപിഎമ്മിന്. അതിനുശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ ക്ഷീണമുണ്ടായി പലയിടത്തും. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് വർധനമുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സിപിഎമ്മിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ബിജെപിക്ക് വോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കടക്കം അതൃപ്തിയുണ്ട്. കാരണം പല നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഈ ബിജെപിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് പിന്നീട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ കൂടെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും അതിന് മുന്നോടിയായി നടക്കുന്ന സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം, ഈ സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം ഈ പ്രവർത്തന റിപ്പോർട്ടിൽ, ഈ സംഘടനാ റിപ്പോർട്ടിലുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഇനി ഉണ്ടാകും. കാരണം ഇന്ന് എം.വി. ഗോവിന്ദൻ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതോടുകൂടി തന്നെ അതിൽ മേൽ ചർച്ചയുണ്ടാകും. അതിൽ കുറേയധികം കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് ബിജെപിയുടെ വളർച്ച, തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം, ഈ സിപിഎമ്മിന്റെ പലതരത്തിലുള്ള വീഴ്ചകളും, അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിൽ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ്. പല ജില്ലാ കമ്മിറ്റികളും നൽകിയ കണക്കിലൊക്കെ തെറ്റുപറ്റി എന്നുള്ളതാണ്. അത്തരത്തിൽ വിജയസാധ്യത ഉള്ളതും വിജയസാധ്യത ഇല്ലാത്തതുമായിട്ടുള്ള പല സ്ഥലങ്ങളും അത് കണക്കെടുത്തുകൊണ്ട് സിപിഎം സാധാരണ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അഭിമുഖീകരിക്കുക അങ്ങനെയാണ്. അങ്ങനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ജില്ലാ കമ്മിറ്റികൾ നൽകിയിട്ടുള്ള കണക്കുകൾ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികൾ നൽകിയ വിവരങ്ങൾ അതൊക്കെ തന്നെ തെറ്റായി പോയി എന്നുള്ള കാര്യം സിപിഎം തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും അതിന്മേലൊക്കെ തന്നെ വലിയ വിമർശനമാണ് ഉയർന്നത്. സാധാരണയായി ബിജെപി ഈ കേരളത്തിൽ വളർന്നു വരുന്നത് സിപിഎമ്മിനെ ആശങ്കപ്പെടുത്തുന്നതാണ്. എന്നാൽ അതിലേറെ ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ടിൽ പോലും ഉൾപ്പെടുത്താൻ കണക്കിന് ആശങ്ക ഏറി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, സിപിഎം കാലങ്ങളായി ഭരിച്ചിരുന്ന ബംഗാളും ത്രിപുരയും ഒക്കെ തന്നെ അവിടെ നിന്നും സിപിഎം തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് കേരളത്തിലും ഭയക്കുന്നു എന്നുള്ളതാണ്. കാരണം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ബിജെപി വളർന്നു കഴിഞ്ഞാൽ പിന്നെ സിപിഎമ്മിന് കേരളത്തിലൊരു നിലനിൽപ്പ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ ഇപ്പോൾ തന്നെ ഇനിയൊരു പിണറായി സർക്കാർ എന്ന് നേതാക്കൾ ഇവിടെ ഈ ഒരു ആഗ്രഹം പറയുമ്പോഴും ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഈ കേരളത്തിൽ നടക്കുന്ന ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗവും ഒക്കെ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു പിണറായി സർക്കാർ എന്നുള്ള ആഗ്രഹം പ്രകടമാക്കുമ്പോൾ പക്ഷെ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട സാഹചര്യമാണോ എന്നുള്ള കൂടെ സിപിഎമ്മിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിന്മേലാണ് ഇപ്പോൾ ബിജെപിയുടെ വിജയം കൂടെ ചർച്ചയാകുന്നത്. ബിജെപിയുടെ ഈ പ്രവർത്തനം അത് ഓരോ തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് വർധനമാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു പ്രധാന ഘടകമായി കേരളത്തിൽ ബിജെപി വളർന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സിപിഎം ഇതിലൂടെ സമ്മതിക്കുന്നത്. ശരി മനോജ്, സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. ബിജെപിയിലേക്ക് വോട്ട് ചോരുന്നുവെന്ന് സിപിഎം സംഘടനാ റിപ്പോർട്ട് ഗൗരവമായി തന്നെയാണ് സിപിഎം കാണുന്നത്.